പ്രിയ സഹോദരങ്ങളെ, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതവർഗം, അതായത് ഭർത്താമാരും എല്ലാ പുണ്ടച്ചി മക്കളും അവരുടെ ജോലി എന്തുവാ, അവരെന്തിനായി ഈ പുരോഹിതരെ ഏറ്റെടുത്തത്, അവരെ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത്. എന്നാൽ 4 വർഷത്തിന് മുമ്പ് പരുവല പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സഭയിലെ എല്ലാ കള്ള പുരോഹിതന്മാരും അവിടെ ചേർന്നു. അവിടെ ഭർത്താന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിൽക്കാനൊക്കത്തില്ല. അപ്പോൾ അവരെല്ലാം അവിടെ ഉണ്ട്. എന്തിനു വേണ്ടി ഇവർ ഈ കൂട്ടം കൂടുന്നു? ആർക്ക് വേണ്ടി? നിങ്ങളെന്തുവാ അവിടെ ചിന്തിക്കുന്നത്? അത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ തീരുമാനിച്ചു എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ ലൈവിലിട്ടതാണ്. ഇപ്പോൾ വീണ്ടും കള്ളന്മാരെല്ലാം കൂടെ പരുമലപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ കൂടുകയാണ്. എന്തുദ്ദേശം? അതായത് ഒന്ന്, യാക്കോബ ഓർത്തഡോക്സ് സഭയുടെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ, അതോ വേറെ എന്താ കാര്യം? മക്കളെ, ഇതൊന്നുമില്ല. ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അവരിപ്പം അവരുടെ ചങ്കടിപ്പ് പ്രഷർ കൂടിയിരിക്കുക. ഇപ്പോൾ വരുമാനം കുറഞ്ഞു, കീശയിൽ കാശങ്ങനെ ഈ ധൂപക്കുറ്റി വീഴ്ച കിട്ടുന്നില്ല. വിശ്വാസികളുടെ കാശുണ്ടെങ്കിൽ അവരെ ദേവാലയത്തിൽ നിങ്ങൾ എന്ത് പൂക്കൂറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അവർ കാശ് എന്നിട്ട് അവിടെ 3 നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോകും. അല്ലാതെ ഈ പകയന്മാർക്ക് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ പ്രയാസം കൊണ്ട് ഇപ്പോൾ പിന്നെ പരമ്പരയിൽ അവർ മീറ്റിംഗ് കൂടുക. നിങ്ങൾ കൂടിയിട്ട് എന്തോ പ്രയോജനം ഉണ്ടാകും? അത് ഞാനിപ്പോഴേ പറയാം മക്കളെ. ഇല്ല, ഒന്നും നിങ്ങൾ സാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വാസികളെ ഇത്രയും വർഷം വഞ്ചിച്ച് അടിമയാക്കി അവരെ കൊണ്ടു നടന്നത് ഇനി നിങ്ങൾക്ക് സാധിക്കത്തില്ല. അത് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിശ്വാസികളോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുരോഹിത വർഗത്തിനോട് ഞാൻ നേരത്തെ ചോദിച്ചതാണ്. ഇപ്പോഴും ഓർത്തഡോക്സ് സഭയല്ല, ലോകത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെല്ലാം കേൾക്കുന്ന വിധത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഓരോ ഓർത്തഡോക്സ് സഭയിലെ ഒരു മനുഷ്യനോ ഒരു സ്ത്രീയോ മരിച്ചാൽ വീടിനകത്ത് വെച്ച് 2 പ്രാർത്ഥന, അത് കഴിഞ്ഞ് വെളിവെച്ചൊരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് അത് പണത്തിൻ്റെ പ്രാപ്തി അനുസരിച്ച് നീണ്ടൊരു ഇതും. എന്നാലും അവരെ മൂറുകൊണ്ടിരിക്കാൻ മറക്കത്തില്ല. അതിവിടെ അന്ന് ഈ തതക്ക് പറക്കാത്തവന്മാർ ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അവന്മാർ അന്ന് തിരിഞ്ഞു നോക്കില്ല. ക്രിസ്തു മരിച്ചിടക്കുകയും ക്രിസ്തു ജനിച്ചിടക്കുകയും മരിച്ചിടക്കുകയും ഇവന്മാരെ അടുത്ത് പോയിട്ടില്ല. ക്രിസ്തുവിനെ അടക്കുമ്പോൾ തൻ്റെ അരുമ ശിഷ്യൻ തൈലമൊക്കെ പൂശി വെള്ള തുണിയിൽ പൊതിഞ്ഞ് കലറി വെച്ചു. അതിൻ്റെ ഒരിതെന്നും പറഞ്ഞാൽ അവർ ഈ മൂറോനൊഴിക്കുന്നത് മൂറോൻ എവിടെ നിന്നുണ്ടാക്കിയടാ? ഞാനൊന്ന് ചോദിക്കട്ടെ, കാതോലിക്ക ബാവയോട് ഞാൻ ചോദിക്കുക, ഈ മൂറോൻ ഉണ്ടാക്കുന്നു, നീ എത്ര ദിവസം അതിനു വേണ്ടി ശരിയായിട്ട്
ധ്യാനമായിട്ടിരുന്നു, ഉപവസിച്ചു, എന്തൊക്കെ ചെയ്തു. ഇതൊക്കെ തെളികാണെന്ന് വ്യഭിചരിച്ച് നടന്നിട്ട് മൂറോനുണ്ടാക്കുക അല്ലേ? അത് വിശ്വാസികളെ ഉണ്ടാക്കാനായിട്ടല്ലേ? അത് വിശ്വാസി വരച്ച അവൻ്റെ വണ്ട ഒഴിച്ചാൽ അവനങ്ങ് സ്വർഗത്തിലെ പോകണ്ടേ? നീയൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന വിഡ്ഢിയായ വിശ്വാസികളുണ്ട്. ഞാനിന്ന് ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരോടും പുരോഹിതന്മാരോടും ചോദിക്കുക, എന്താണ് വീടിനകത്ത് വെച്ച് 2 പ്രാർത്ഥനയും, ഒരു വിശ്വാസി മരിച്ചാൽ വീടിനകത്ത് വെച്ച് 2 പ്രാർത്ഥനയും, വീടിന് വെളി വെച്ച് 1 പ്രാർത്ഥനയും? അതിൻ്റെ ഉദ്ദേശം വെറുതെ ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ. നീയൊക്കെ നിന്നെ വിളിച്ചാലും നിന്റെ കാശ് കിട്ടാതെ നീ ചെയ്യത്തില്ലോ. അതുപോലെ ഞാൻ ചോദിക്കുക, എന്താ നിൻ്റെ ഉദ്ദേശം? ഈ 2 പ്രാർത്ഥന വീട്ടിൽ വെച്ചും അത് കഴിച്ച് വീണ്ടും വെളി വെച്ചും നിങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാമോ? അല്ല, നല്ലവരായ വിശ്വാസികളുണ്ട്, ആത്മായർ. എല്ലാ ഞായറാഴ്ച കുമ്പസാരിച്ച് കുർബാന ചെയ്യുന്ന ആത്മായർ, പുരോഹിതന്മാരെ മെത്രന്മാരെ മറ്റേ താങ്ങി നടക്കുന്ന ആത്മായർ. അവരെങ്കിലും എന്നോടൊരു അതിനെക്കുറിച്ചൊരു ഉത്തരം തരാമെങ്കിൽ നന്നായിരുന്നു. നീയൊന്നും അല്ലടാ. എടാ, നീയൊക്കെ ഓർത്തഡോക്സ് സഭ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾക്ക് കൂടയ്ക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ ആചാരങ്ങളാണ് നിങ്ങൾ അനുകരിക്കുന്നത്, അല്ലാതെ ദൈവം പറഞ്ഞിട്ടുള്ളോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തെ പോലും നിങ്ങളെ ഓർക്കുന്നില്ല. കോടിമരത്തിന് ചോട്ടിൽ നീയൊക്കെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റവന്മാരെ നീയൊക്കെ ആരെയാ? കൊടിയെ ആരാധിക്കുന്നു, കൊടിമരത്തെ ആരാധിക്കുന്നു. എന്തിന്? കുരുത്തോല, അഗ്നിപൂജ. അവിടെയും ഒരു പുരോഹിതൻ പോരാ, 3 പേര് വേണം പദ്ധമായിട്ട്. കാരണം അശുദ്ധാത്മാക്കൾ വന്ന് പിടിക്കും. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണുള്ളത്, ഇപ്പം വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ദിവസവും ബൈബിൾ എടുത്ത് വായിക്കുമല്ലോ. ഈ വായിക്കുന്ന ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത്? മക്കളെ, നിൻ്റെയൊക്കെ സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ ഒരു തന്തയ്ക്ക് പുരോഹിതോ എത്താനോ ഒരു കാര്യം പോലും ബൈബിളിലെ ശരിയായിട്ട് കാര്യം അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവില്ലാത്ത തന്തയ്ക്ക് എല്ലാ ഡോക്ടറേറ്റും മറ്റേതും ഉള്ളവരാ. ഒരു റിഞ്ചു പിക്കോശി വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ മരിച്ചാൽ സ്ത്രീയല്ല, ഒരു പുരുഷൻ മരിച്ചാൽ അവൻ്റെ ഭാര്യ പിന്നെ ധരിക്കണം. പിന്നെ വേണ്ട, ഇന്ന മറ്റിടത്ത് കൊണ്ടുവെക്കടാ, ഇതരാം. ഇതൊക്കെ നീയൊക്കെ ഏത് ലോകത്തിൽ നിന്ന് വന്ന ദരിദ്രവാസി? നിന്നൊക്കെ എന്താ ഞാൻ പറയേണ്ടത്? ആത്മീയം, ദൈവീയം, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അതിന് ബൈബിൾ മുഴുവനും വായിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പുരോഹിതൻ വായിച്ചിട്ടുണ്ടോ ബൈബിൾ മുഴുവൻ? ഓർത്തഡോക്സ് സഭയിൽ ഇന്നത്തെ ഞായറാഴ്ച ഈ വേദഭാഗം വായിക്കുന്നു, എവൻഗേലിയോൻ. ആ വേദഭാഗം മാത്രമേ പ്രാർത്ഥന യോഗങ്ങളിലും വായിക്കാനൊക്കെ പറ്റുള്ളൂ. അത് വായിച്ചു കൊണ്ടിരുന്ന പ്രയോജനം, അതിനെക്കുറിച്ച് വല്ലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പ്രസംഗിക്കാൻ വരുന്ന കുടം പിടിക്കാത്തവരെല്ലാം സഭയുടെ ചെലവിൽ കഴിയുന്നവരാണ്. സഭയുടെ ചെലവിൽ നിന്നല്ല, സഭയുടെ കാശ് വക്രിച്ച് അത് പുരോഹിതന്മാരുടെ
സഹായത്തോടുകൂടി എല്ലാം ജീവിക്കുന്നവരാണ്. ഞാൻ കൊണ്ട് പറയുന്നില്ല, പേരെടുക്കാൻ വേണ്ടി വന്നാൽ ഞാൻ പേരെടുക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓട്ടോ സഭ ദൈവത്തെയല്ല ആരാധിക്കുന്നത്, കള്ളൻ കാതോലിക്ക സിംഹാസനം നിങ്ങളാൽ വാഴട്ടെ. കാതോലിക്ക സിംഹാസനമാണോ നിങ്ങളാൽ വാഴേണ്ടത്? ആരുടെ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? വേണ്ട, ഞാൻ പറയുന്നില്ല. പുരോഹിത വർഗമേ, നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പേ മക്കളെ, നിന്നോട് പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അന്ന പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഏലി ദേവാലയത്തിൻ്റെ വാതിക്കണ്ടിരിക്കുന്നത് കണ്ടു. അന്ന അവനോടൊന്നും പറഞ്ഞില്ല. അകത്ത് കയറി അവളുടെ ഹൃദയം ദൈവത്തിൽ പങ്കുവച്ചു. ഇനി അടുത്ത കാലത്തും ഇപ്പം മെത്താന്മാരെയൊക്കെ വാഴ്ച കൂട്ടുന്നുണ്ടല്ലോ, നല്ല കാര്യം. നിങ്ങൾ അരമനകളിൽ സൂക്ഷിച്ചു വാഴുവിൻ. അരമനകളിൽ നിനക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. ദേവാലയത്തിൻ്റെ വാതിക്കൽ വികാരി അവിടെ ഇരിക്കുന്ന കാണാം. ആരെങ്കിലും വരുന്നോന്ന് നോക്കിയിട്ട് അന്ന് നീ അപ്പൻ്റെ കുർബാന ചോദിക്കാൻ പറഞ്ഞാൽ നീ പോയി ഇത് പണി നോക്കണമെന്ന് പറയുന്ന കാലം വരുന്നു മക്കളെ. അതിൻ്റെ വേവലാർജ ഇപ്പോൾ പുരോഹിതവർഗം ഇപ്പോൾ 3-4 വർഷം കഴിയുമ്പോൾ രണ്ടാമത് പരമ്പരയിൽ സംഗമിക്കുന്നത്. അതിൻ്റെ ബാക്കി യൗവന്മാര് ലോകത്തെയല്ല കുടുംബത്തെ നശിപ്പിക്കാനുള്ള കാര്യമാണ് ചെയ്ത പുരോഹിതവർഗം. എന്തിന്? ഞാൻ ഈ അടുത്ത സമയത്ത് പുത്തയ്യാവി ദേവാലയത്തിൽ നിന്ന് ശ്രീസമാജ പെണ്ണുങ്ങൾ വണ്ടി വിളിച്ച് ഏതോ ഒരു അപ്പേക്കേന്ദ്രമോ എവിടെയോ പോകുന്നു. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആളിനോട് ചോദിച്ചു, എന്താ ഇവിടെ പുരുഷന്മാരാരുമില്ലേ? ഈ പ്രാർത്ഥനയും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയും പുരുഷന്മാരില്ലയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുരുഷന്മാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല മക്കളെ, ആയൂര് മാരാമണ്ണ ശ്രീ സമാജത്തിൻ്റെ വലിയ വാർഷികം നടക്കുമ്പോൾ ഇടവകയിൽ നിന്ന് എല്ലാ പ്രാർത്ഥനയോഗത്തിനും ഒരു മെസ്സേജ് കൊടുത്തു. എല്ലാ പ്രാർത്ഥനയോഗത്തിൽ നിന്നും കുറഞ്ഞ 5 പുരുഷന്മാരെങ്കിലും അവിടെ ചെന്നിരിക്കണമെന്ന്. പിന്നെ അതെന്തിനാ? എന്തൊരിക്കലാ? പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് ഇടപെട്ട കാര്യം. എന്താ അവിടുത്തെ പ്രസവിക്കാനോ? അല്ല, അതവർ കാണാനോ? എന്താ ഇത്? ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ. നാശത്തിൻ്റെ വഴിയിലേക്ക് ഓർത്തസഭ വിശ്വാസികൾ നയിക്കുന്നു. വിശ്വാസികളത് മനസ്സിലാക്കുന്നില്ല. കാരണം അവർക്കിന്ന് സുഖജീവിതമാണ്. നാളെ കഴിക്കുന്ന ചോറിനകത്ത് ഒരു കല്ല് കടിക്കുമ്പോൾ ചിന്തിക്ക് ഇതെവിടുന്ന് വന്നോ എന്ന്. അന്ന് നീ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നീ നീയൊക്കെ പെണ്ണുങ്ങളെ കാശും പഠിച്ച് സുഖമായി ജീവിക്കുന്നു. പെണ്ണുങ്ങളെ വിട്ട് ജോലി ചെയ്യിച്ച് അവർ പറയുന്നതിൻ്റെ അടിമയായി ജീവിക്കുന്നു. നീ കള്ളനും കൊള്ളരാത്തവന്മാരായ വിശ്വാസികൾ, അതായത് വല്ലവൻ്റെ പാസ്പോർട്ട് 10-50 പാസ്പോർട്ടുമായി
ഇവിടെ വന്നിട്ട് ഒളിച്ചും പാത്തും 6-8 മാസം താമസിച്ചവരുണ്ട്. അവനൊക്കെ ഇന്ന് പരിശുദ്ധന്മാരാണ്. 6 വർഷമാകുന്നതിന് മുമ്പേ കോടികൾ സമ്പാദിച്ചു വെച്ച് എല്ലാ 2 സഹോദരങ്ങൾ എല്ലാവരും നാട്ടിൽ വന്ന് സുഖമായി ജീവിക്കുന്നുണ്ട്. അവരെ കാണുമ്പം മോനെ കയ്യിലോട്ട് തൂറിക്കുമെന്ന് പറയുന്ന പുരോഹിതവർഗമുണ്ട്. ഇതൊന്നും ഞാൻ കാണാത്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്. മക്കളെ, ഇന്ന് നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസികളെ, ഈ പുരോഹിത വർഗം പറയുന്ന അനുസരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾ പടുകുഴിയിൽ വീഴും. അതിനൊരു സംശയമില്ല. ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും എത്താന പുരോഹിതനോ പ്രയാസത്തിൽ ജീവിക്കുന്നുണ്ടോ? ഇവരാരെങ്കിലും ഏതെങ്കിലും വിശ്വാസി കഷ്ടപ്പാടിലും ദുരിതത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇപ്പം വീട് വെച്ചു കൊടുക്കുന്നു. ഈ രാഷ്ട്രീയക്കാരെക്കാൾ കഷ്ടമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് വീട് വെച്ചു കൊടുക്കും. പോയി പണി നോക്കാൻ. നീയൊക്കെ ആരാടാ? നീയൊക്കെ അനുഭവിക്കും.